41-ാമത്തെ എപ്പിസോഡിക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. മഹാഭാരതം എപ്പിസോഡ് 41 10-ാമത്തെ അധ്യായമായ സർവിറ്റ്യൂഡാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. സർവിറ്റ്യൂഡിൽ എന്താ നടന്നുകൊണ്ടിരുന്നത്? അർജുനനും ആരും തമ്മിലാണ് യുദ്ധം? ഉത്തര ആരാണ്? രാജകുമാരൻ. ആരുടെ രാജകുമാരൻ? മത്സ്യരാജ്യത്തെ രാജകുമാരനാണ് ഉത്തര. അപ്പോ സുസുർമാനും ത്രികാർത്തിലെ രാജാവുമായ സുസുർമാൻ വിരാട രാജ്യത്തിനെ ആക്രമിക്കാൻ വരുമ്പോ എന്തു പറ്റും? സുസുർമാൻ തോൽപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത്, ഉത്തര രാജകുമാരനെ തോൽപ്പിക്കാൻ നിൽക്കുന്ന സമയത്ത് ആദ്യം എന്ത് ചെയ്യും? അർജുനൻ ഇങ്ങനെ അഭിനയിക്കും കേട്ടോ. അർജുനൻ അല്ലാന്ന് അറിയിക്കാതിരിക്കാൻ വേണ്ടിയേ അർജുനന് യുദ്ധം ചെയ്യാൻ അറിയാത്ത പോലെയൊക്കെ അഭിനയിക്കും. പിന്നെ അത് കുറച്ചും കൂടെ ബുദ്ധിമുട്ടിലായ സമയത്ത് എന്താവും? അർജുനൻ എടുക്കും. പിന്നെന്ത് ചെയ്തു? അർജുനന്റെ അമ്പിന്റെ പേരെന്താണ്? ഗാണ്ഡീവം. ഗാണ്ഡീവം എവിടെ വെച്ചിരിക്കണെന്ന് അർജുനന് മാത്രമല്ലേ അറിയുള്ളൂ. അർജുനൻ തേരോട്ടിയിട്ട് ഗാണ്ഡീവം എടുക്കും. അപ്പോ അർജുനന്റെ ശംഖ് ഉണ്ടല്ലോ, ശംഖ് ഊതുന്നത് ഭയങ്കരമാണല്ലോ. അതല്ലേ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു നിർത്തിയ. അർജുനൻ ഇങ്ങനെ ശംഖ് ഊതിയപ്പോ 7 ലോകങ്ങളും എല്ലാ ലോകമൊക്കെ വിറച്ചു. അർജുനന്റെ ശക്തി കണ്ടിട്ടേ എല്ലാവരും പേടിച്ചു. അപ്പൊ എന്താ, ഈ ഹസ്തിനപുരത്തിലുള്ളവർക്കൊക്കെ ഏകദേശം മനസ്സിലായി അവിടെ നിന്ന് യുദ്ധം ചെയ്യുന്നത് അർജുനനാണ് എന്ന് മനസ്സിലായി. അങ്ങനെ നിൽക്കുമ്പോ എന്തായി? അപ്പൊ എല്ലാവർക്കും മനസ്സിലായി. അപ്പൊ എല്ലാവരും എന്താ പറയാ, ദ്രോണാചാര്യരും ഭീഷ്മരും ഒക്കെ യുദ്ധത്തിന് വന്നു കഴിഞ്ഞാൽ അർജുനനുമായിട്ട് യുദ്ധം ചെയ്യേണ്ടി വരുമോ എന്നുള്ള കാര്യമൊക്കെ മനസ്സിലായി നിൽക്കുകയാണ് കേട്ടോ. അപ്പോൾ ദ്രോണാചാര്യർ പറയണേ, ഈ പറയുന്ന 13 കൊല്ലം അവര് വനവാസത്തിൽ ആരും അറിയാത്ത രീതിയിൽ ഒളിച്ച് താമസിക്കണം എന്നുള്ള കണ്ടീഷൻ അവര് പഞ്ചപാണ്ഡവന്മാര് പാലിച്ചില്ലേ? 12 കൊല്ലം കഴിഞ്ഞില്ലേ? ഇനിയിപ്പോൾ അവരാണെന്നുണ്ടെങ്കിൽ തന്നെ ഇപ്പം എന്താണ് എന്നുള്ള രീതിയിലൊക്കെ സംസാരമൊക്കെ വന്നു. അങ്ങനെ ഈ പറയുന്നതൊക്കെയാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ ഈ മഹാഭാരതം നമ്മൾ കേൾക്കാത്തത് കൊണ്ട് നമ്മൾ പഴയതൊക്കെ കുറച്ച് മറന്നുപോയി കാണും. അപ്പോൾ ഉത്തരയും അർജുനനും തമ്മിലുള്ള സംസാരവും ഇതുമെല്ലാം നമ്മൾ കേട്ടതാണല്ലോ അല്ലേ? അപ്പോൾ സാധാരണഗതിയിൽ എന്ന പോലെ കർണൻ എന്ത് ചെയ്തേ? കർണൻ പറഞ്ഞേ, ഞാൻ പോയി നേരിട്ടിട്ട് വരാം. ഞാൻ പോയിട്ട് അർജുനനെ തോൽപ്പിക്കാൻ കഴിവുള്ള വളരെ കുറച്ച് പേരല്ലേ ഉള്ളൂ. അതിലൊരാൾ കർണനല്ല. ശരിക്കും ആർക്കും അർജുനനെ തോൽപ്പിക്കാൻ കഴിയില്ല. എന്നാലും കർണൻ പറയണേ, കർണൻ പോയിട്ട് യുദ്ധം ചെയ്തിട്ട് തോൽപ്പിച്ചിട്ട് വരാം. എന്തിനാണ് ഇത്രയും വലിയ ചർച്ച? തോൽപ്പിച്ച് കഴിഞ്ഞാൽ അവർ നമ്മളുടെ അടിമകളായില്ലേ? പിന്നെ നമുക്ക് ഈ യുദ്ധത്തിനകത്ത് വലിയ കാര്യം ഉണ്ടാവില്ലല്ലോ എന്നൊക്കെ കർണൻ പറയും. എന്നിട്ട് അങ്ങനെ ഇതായി നിൽക്കുമ്പോൾ അശ്വത്ഥാമാവ് ആരാന്നറിയോ? കുട്ടാ ഉറങ്ങിയോ? അശ്വത്ഥാമാവാണ് ദ്രോണാചാര്യരുടെ മകൻ. അശ്വത്ഥാമാവ് ദ്രോണാചാര്യർക്ക് ഏറ്റവും ഇഷ്ടമുള്ളതാണ്. മകന് വേണ്ടിയാണ് ദ്രോണാചാര്യർ ജീവിച്ചതന്നെ. മകൻ്റെ മരണം ഇതിനകത്തൊരു വലിയൊരു സംഭവമാണ്. പക്ഷെ ഇപ്പോഴല്ല, പിന്നീടാണ് വരുന്നത്. അപ്പം അശ്വത്ഥാമാവ് കർണനോട് പറയണേ, ഇപ്പം നമുക്ക് അർജുനനുമായിട്ട് യുദ്ധം ചെയ്യാൻ നമ്മൾ തയ്യാറെടുത്തിട്ടില്ലല്ലോ.
ഇപ്പം നമ്മൾ യുദ്ധം ചെയ്യാൻ പോകണ്ട എന്നുള്ള രീതിയിൽ അശ്വത്ഥാമാവ് പറയാണ്. അപ്പോൾ ഈ പറയുന്ന ഇപ്പോൾ യുദ്ധം എങ്ങനെ മുമ്പോട്ട് പോകുന്നുള്ളതിനെ കുറിച്ചുള്ള കാര്യമായിട്ടുള്ള ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒന്നുകൂടി കർണൻ ദുര്യോധനോട് പറയണേ, നമ്മൾ ഈ സമയത്ത് നമുക്ക് ആക്രമിക്കാവുന്നതാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അർജുനനും അർജുനൻ്റെ ആൾക്കാർക്കും വേറെ അധികം ആയുധങ്ങളോ വേറെ എന്താ പറയുക സൈന്യമോ ഒന്നുമില്ല. ഇപ്പോൾ നമുക്ക് മത്സ്യരാജ്യമായ വിരാട രാജ്യത്തിനെ ആക്രമിക്കാൻ സുസുർമാനും ത്രികാർത്ഥ രാജ്യവും അങ്ങനെയുള്ള കുറച്ച് ആൾക്കാരുണ്ടല്ലോ. ഇവരെ വെച്ചിട്ട് നമുക്ക് നേരിട്ട് പോയിട്ട് ആക്രമിച്ചിട്ട് കൊല്ലാം എന്ന് ആരാണ് പറയുന്നത്? ആരാ പറയുന്നത്? കർണൻ ദുര്യോധനോടും മറ്റുള്ളവരോടുമൊക്കെ സംസാരിക്കുകയാണ്. എല്ലാ കാര്യങ്ങളും നമ്മൾ വളരെയധികം വിശകലനം ചെയ്തിട്ട് വേണം നമ്മൾ ഒരു യുദ്ധത്തിനോ അർജുനനെ പോലെയുള്ള വില്ലാളി വീരനെ ആക്രമിക്കാനോ പോകുന്നത്. ദുര്യോധന, നീ വിചാരിക്കുന്ന പോലെ അർജുനൻ ഒരു സാധാരണക്കാരനല്ല. അർജുനനെ അത്ര എളുപ്പം നിങ്ങൾക്ക് തോൽപ്പിക്കാൻ കഴിയില്ല. അർജുനൻ്റെ എല്ലാ നീക്കങ്ങളും വളരെയധികം ശ്രദ്ധപൂർവ്വം നോക്കിയിട്ട് വേണം നമ്മൾ യുദ്ധത്തിനിറങ്ങാൻ. അർജുനന് ആയുധങ്ങളോ സൈന്യങ്ങളോ ഒന്നുമില്ലെങ്കിലും അർജുനൻ്റെ കഴിവുകൾക്കനുസരിച്ച് നമുക്ക് യുദ്ധം ചെയ്യാനുള്ള ഇതുണ്ടോ, നമ്മുടെ കയ്യിൽ കഴിവുകൾ ഉണ്ടോ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയിരിക്കണം. യുധിഷ്ഠിരൻ കൂടെ ഉണ്ടാവും. അപ്പോൾ അർജുനന് സ്വാതന്ത്ര്യവും അർജുനന് കഴിവ് എല്ലാ രീതിയിലും യുദ്ധം ചെയ്യാൻ യുധിഷ്ഠിരനുള്ള അത്രയും കാലം ചെയ്യാൻ കഴിയും. ഈ പറഞ്ഞ പോലെ ഒരമ്പ് എടുക്കുമ്പോഴൊന്ന്, തൊടുക്കുമ്പോൾ 10, എയ്യുമ്പോൾ 1000, ശത്രുവിൻ്റെ മേൽ കൊള്ളുമ്പോൾ 10,000. ഇങ്ങനെയാണ് അർജുനൻ്റെ അമ്പുകൾ. അതുകൊണ്ട് നമ്മൾ വളരെയധികം ശ്രദ്ധിച്ചിട്ട് വേണം ചെയ്യാൻ എന്നൊക്കെ പറയും. അപ്പോൾ ദ്രോണാചാര്യരും ഗുരുവൊക്കെ യുദ്ധത്തിന് വരുന്നുള്ളത് കൊണ്ട് അപ്പോൾ അർജുനൻ പറയണേ, ദ്രോണാചാര്യർ എൻ്റെ ഗുരുവാണ്. എൻ്റെ ഗുരു ആയതുകൊണ്ട് ഞാൻ ദ്രോണാചാര്യർ എന്നെ ആദ്യം അമ്പ് ചെയ്ത ശേഷമേ ഞാൻ അങ്ങോട്ട് അമ്പ് ചെയ്യാൻ പോകുന്നുള്ളൂ. എനിക്ക് ദ്രോണാചാര്യരുടെ നേരിട്ട് യുദ്ധം ചെയ്യാൻ മനസ്സിന് ഈ പറഞ്ഞ പോലെ എൻ്റെ ഗുരു ആയതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അത് കേട്ടപ്പോൾ ഈ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ ദ്രോണാചാര്യർ അമ്പ് ചെയ്യാണ് അർജുനൻ്റെ നെറ്റിക്ക്. അപ്പോൾ ദ്രോണാചാര്യർ പറയണേ, അർജുനൻ്റെ ബുദ്ധിയും അർജുനൻ്റെ കഴിവുകളും, ഇംഗ്ലീഷിൽ ടാക്ടിക്സ് എന്ന് പറയും, ഇതിനെ വീണ്ടും ഈ പറഞ്ഞ പോലെ അഭിനന്ദിച്ചു. ആരെ അഭിനന്ദിച്ചു? ദ്രോണാചാര്യർ. കുട്ട ഉറങ്ങിയോ? മഹാഭാരതത്തിൻ്റെ 41ാമത്തെ എപ്പിസോഡ്. ചെറുതായിട്ട് കുറച്ചായിട്ട് ഞങ്ങൾ പറഞ്ഞു വരുന്ന കഥയിൽ 41 ഭാഗങ്ങളായി, 10 അധ്യായങ്ങളായി. ഇതിൽ ഇന്നത്തെ അധ്യായം ഇവിടെ വെച്ച് നിർത്തുകയാണ്. അടുത്ത അധ്യായത്തിൽ നമുക്ക് ഈ സർവീറ്റ്യൂഡ് എന്നുള്ള 10ാമത്തെ ചാപ്റ്റർ കഴിയും. പുതിയ അധ്യായം തുടങ്ങും. അടുത്ത യുദ്ധത്തിൻ്റെ മുറകളും കാര്യങ്ങളും ഒക്കെ നമുക്ക് കേൾക്കാവുന്നതാണ്. അപ്പോൾ ഇതുവരെ കേട്ടുകൊണ്ടിരുന്ന എല്ലാ ശ്രോതാക്കൾക്കും ഒരുപാടധികം നന്ദിയുണ്ട്.